നോക്കൂ കുട്ടി, അനാഥ കുട്ടികൾക്ക് ജീവിതമാർഗവും സെക്യൂരിറ്റിയും എല്ലാം നൽകുന്നത് എന്റെ ജോലിയല്ല. ഇതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഓർഡർ വരണം. 2 വർഷങ്ങളായി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിന്റെ വായ മാത്രമല്ല ചെവിയും പോയെന്നാ തോന്നുന്നത്. ആരോ 2 പേർ സ്നേഹിച്ച് കുട്ടികളെ ഉണ്ടാക്കി തെരുവിൽ വിട്ടേച്ച് പോയാൽ അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് നീ എന്നെ ടോർച്ചർ ചെയ്യാ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? അവരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നീ 60 വയസ്സായ കിഴവിയല്ല, 20 വയസ്സുള്ള പെണ്ണിനെ പോലെ ചിന്തിക്കുക. എനിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ ചീത്ത വിളിച്ചേനെ, നിന്നെയൊക്കെ ഉണ്ടാക്കിയതിന്. ഇവളുടെ ദേഹം മുഴുവൻ അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ദൈവം ഇവളുടെ ഓഡിയോ കട്ട് ചെയ്തത്. അയ്യോ, വണ്ടി ഓഫ് ആവാൻ പോവാൻ തോന്നുന്നു. പെട്രോൾ ഉണ്ടോന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുംബൈയിൽ നല്ല ജോലി വിട്ടേച്ച് ഈ നാട്ടിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര ആളെ പറ്റിക്കുക സർ? നമുക്ക് എപ്പോഴാ ജോലി കിട്ടുക? നമ്മൾ വന്ന ജോലി തീർന്നാൽ നമ്മൾ നോക്കുന്ന ജോലി നമുക്ക് കിട്ടും. എപ്പോഴും ഇതല്ലേ പറയാ. ഇന്ന് നിന്റെ വിശപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു ബലിയാടിനെ കെട്ടിയിട്ടുണ്ട്. വാ. നീ 1 മാസമായിട്ട് ഡെയിലി റോസാപ്പൂവും പിടിച്ചോണ്ട് അവളെ നോക്കി വെള്ളം ഇറക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഈ സൈറ്റ് അടിക്ക് ഒരു എൻ കാർഡ് കൊടുത്തോണ്ട് ഈ പൂ അവിടെ കൊടുത്തിട്ട് ഐ ലവ് യു എന്ന് പറ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരാ സാർ? ഞാൻ ആരാണെങ്കിൽ നിനക്കെന്താ? നീ പോയി ഐ ലവ് യു പറ, ഞാൻ നോക്കിക്കോളാന്നേ. സത്യമാണ് സാർ. ചെല്ല്. ഐ ലവ് യു. ഐ ലവ് യു. നീ ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. നീ എപ്പോഴാ പറയാന്ന് കാത്തിരിക്കായിരുന്നു. നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയൂ സാർ. വർക്കൗട്ടായി സാർ. എന്തിനാ സാർ അടിച്ച? എന്റെ കൺമുന്നിൽ വെച്ചൊരു പെണ്ണെ കരയിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ പെണ്ണുങ്ങളെ നിൽക്കാൻ അനുവദിക്കില്ലേ? എന്നെ അടിക്കാൻ നിങ്ങൾ ആരാ സാർ? മുംബൈ പോലീസ്. മുംബൈ പോലീസാ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസല്ലേ വരണ്ടേ? നിങ്ങൾ എന്തിനാ വേറെ സ്റ്റേറ്റ് വിട്ട് വരുന്നേ? നിനക്ക് ലോജിക്ക് വേണോ പെണ്ണ് വേണോ? എനിക്ക് പെണ്ണു. എത്ര ഉണ്ട് കയ്യില്? 1000. എടുക്ക്. ഏതെങ്കിലും ഒരു പാർക്കിൽ പോയിട്ട് ഐസ്ക്രീമോ കടലയോ വാങ്ങിച്ചോണ്ട് ഒരേ ബെഞ്ചിൽ ഇരുന്നോണ്ട് സമാധാനമായിട്ട് കഴിക്കാം. 200 രൂപ നിങ്ങൾ തന്നെ വെച്ചാളും, ഞങ്ങൾ നടന്നു നോക്കിയാൽ. വെരി ഗുഡ്. ലവ് ഈസ് ബ്ലൈൻഡിംഗ് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടോളൂ. നിങ്ങൾ എവിടെ ഉണ്ടാവും എനിക്ക് എങ്ങനെ അറിയും സാർ? 24/7 ഇതേ ബസ് സ്റ്റാൻഡിൽ തന്നെ കാണും. കാശ് തന്നാൽ എന്ത് ജോലിയും ചെയ്യും. നിന്റെ കല്യാണം വരെ നടത്തി തരും. എല്ലായിടത്തും ഇതുപോലുള്ള ആളുകളുണ്ട്. ഹായ് ചേച്ചി. ഹായ് മേഡം, നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്. നമ്മുടെ അനാഥാശ്രമത്തിനും അഡ്രസ് ഒക്കെ ഉണ്ടോ? കൊറിയർ ആർക്കാ വന്നത്? ഗീത എന്ന പേരിലാണ് വന്നിരിക്കുന്നത് മേഡം. ആദ്യം ഇതിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. എടോ സത്യം പറ, ആരാ ഇത് തന്നെ? പാർസൽ എവിടേക്കാ അയക്കുന്നേ? അമ്മ അനാഥാശ്രമത്തിലേക്കാ. ഇതിൽ എന്താ ഉള്ളത്? തുണിയ. അവിടെയുള്ള ഗീത എന്ന പെൺകുട്ടിയുടെ അടുത്ത് കൊടുത്താ മതി. 500 രൂപയാവും. കാശിന് വേണ്ടി താൻ എന്തു ചെയ്യോ? സോറി മേഡം, ആ ബോക്സിൽ കുഞ്ഞാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡ്രസ്സാന്നാ പറഞ്ഞ. നമസ്കാരം ഗീത. എന്റെ പേര് വിവരമില്ലായ്മ. ഈ ലെറ്റർ എഴുതിയതിന് എന്നോട് ക്ഷമിക്കണം. ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ഭർത്താവ് ഉപേക്ഷിച്ചതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഭാരാകണ്ടെന്ന് കരുതി ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ നന്നായി നോക്കി വളർത്തണം. നന്ദിയോടെ, ഭാഗ്യഹീനയായ ഒരമ്മ. അവള് വേണമെന്ന് വെച്ചായിരിക്കും കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. നമുക്ക് ഈ കുഞ്ഞിനെ ഇവിടെ തന്നെ വളർത്താം. ഈ കുഞ്ഞ് നമ്മളെപ്പോലെ ആരുമില്ലാത്ത അനാഥയല്ല. അവൾക്ക് അച്ഛനും അമ്മയുണ്ട്. അവളുടെ അമ്മയെ കണ്ടെത്തി അവളുടെ അച്ഛനെ മനസ്സിലാക്കിപ്പിച്ച് ഇവളെ നമുക്ക് അവരെ ഏൽപ്പിക്കാം. വാ. എവിടെ? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നീ ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. സോറി മേഡം, എനിക്ക് അർജന്റായി കുറച്ച് ഡെലിവറി ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാം. വാ, നമുക്ക് പോവാം. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ കുഞ്ഞിന്റെ അച്ഛനമ്മയും കണ്ടുപിടിക്കാൻ. ഒരു കാര്യം പറയാം, ഈ കുട്ടിയുടെ അച്ഛനും അമ്മ ആരാന്ന് അറിഞ്ഞൂടാ. ഒരു കുട്ടിയെ മാത്രം വെച്ചോണ്ട് അതിന്റെ അമ്മ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല.
അവനെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞാൻ ഉടനെ ഇൻഫോം ചെയ്യാം നിങ്ങൾക്ക്. അതെ, തന്റെ കയ്യിൽ കൊച്ചിനെ ഏൽപ്പിച്ച സ്ത്രീ ഇവരാണോ? അതെ സാറേ, ഇവരെ എന്റെ കയ്യിൽ ഈ കുഞ്ഞിനെ തന്ന. എടാ കുരുത്തം കെട്ടവനെ, നിന്റെ ഭാര്യ കാണാനില്ലെന്നല്ലേ പറഞ്ഞ്? പോയി കണ്ടുപിടിക്കാൻ നോക്കാതെ നീ ഇവിടെ ഇരുന്ന് കുടിക്കുക. ആൺകുട്ടിയാണെങ്കിൽ കാർ എടുത്തു കൊണ്ടുപോയിട്ട് കൂട്ടിട്ട് വരുമായിരുന്നു. പെൺകുട്ടിയല്ലേ, എനിക്കതൊന്നും ആവശ്യമില്ല. നീ അവളുടെ മോന്ത പോലും നോക്കണ്ട. ഇനി ഈ ജന്മത്തെ നിനക്ക് കാണാനും പറ്റില്ല. ആരാ മക്കളെ നിങ്ങള്? ഇത് നിങ്ങളുടെ പേരക്കുട്ടിയാ. എന്താ മോളെ പറയുന്നത്? ഇതെന്റെ പേരക്കുട്ടിയാന്നോ? എടാ രംഗ, ഇത് നിന്റെ കുട്ടിയത്രേ. അതിനടുത്ത് ആ വേസ്റ്റ് തൊട്ടിയിലിടും. നീ എന്നെ അടിക്കല്ല വേണ്ട, കൊല്ലണം. നിന്റെ പോലുള്ള ആൾക്കാരാണ് പെൺകുട്ടികളെ മനസാക്ഷിയില്ലാതെ ചവിട്ടോട്ട് എറിയുന്നത്. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മനസ്സില്ലാതെ അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ കുഞ്ഞിന്റെ അമ്മ. കുരുത്തം കെട്ടവനെ, പെൺകുട്ടികളുണ്ടായ വീട്ടിൽ ലക്ഷ്മി വന്ന് കേറുന്ന പറയാ. നീ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ വയറ്റി വെച്ചെന്നെ നിന്നെ ഇല്ലാതാക്കിയനെ. നിന്നെ പോലുള്ളവന്മാരെ അകത്തിട്ട് 2 ചാർത്തിയാർത്തിയാലേ ശരിയാവുള്ളൂ. വേണ്ട സർ, ഒരു പെൺകുഞ്ഞ് അനാഥയായി വളരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് പ്ലീസ്. ഒരു പ്രാവശ്യം FIR എഴുതി കഴിഞ്ഞാൽ അത് മാറ്റാൻ വലിയ പാടാ. പറ്റുമെങ്കിൽ ഇവൾ തന്നെ അവനെ ബെയിലെടുക്കാന്ന് പറഞ്ഞു. അവനെ ഒന്ന് വിട്ടേക്ക് സർ, പ്ലീസ്. ഓക്കേ, എന്നോട് ക്ഷമിക്കണം. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. എന്റെ മോളെ ഞാൻ എന്റെ ജീവനെ പോലെ കാണും. കുഞ്ഞിനെ നമ്മൾ കൊടുത്തില്ലേ, ഹാപ്പി ആയിട്ടിരിക്കെ. ഇപ്പോഴെന്താ വല്ലാതിരിക്കുന്നത്? ഇല്ല വാണി, ഇതുപോലെയുള്ള ഒരുപാട് കൈക്കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനിലും അഴുക്ക് ചാലിലും അവരുടെ കുറ്റം കൊണ്ടല്ലാതെ മരിച്ചു പോകുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ചേച്ചി, ഇതിലെന്തോ ഒരു വീഡിയോ വരുന്നുണ്ട്. ഈ വീഡിയോ മാത്രം പോരാ, ഭഗവാന്റെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ ഇതിലും സ്ട്രോങ് ആയ തെളിവുകൾ വേണം. ഭഗവാൻ കുട്ടികളെ എവിടേക്കാ കൊണ്ടുപോയത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അവനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റൂ. സിറ്റിയുടെ ഔട്ടറിലുള്ള ഒരു പഴയ ഫാക്ടറിയിലേക്ക് ഭഗവാൻ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അകത്തേക്ക് പോയി നോക്കാൻ ഞാൻ ശ്രമിച്ചു, എന്നാൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഉണ്ടാകുമോന്ന് എനിക്ക് സംശയമുണ്ട്. ഡോണ്ട് വറി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് തന്നെ ഞാൻ അവിടെ പോയി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം.